നമ്മുടെ മൊബൈൽ ഫോൺ മോഷണം പോവുകയോ മറ്റേതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടതായി ബോധ്യം വന്നാൽ നഷ്ടപ്പെട്ട ഫോണിൻ്റെ IMEI നമ്പർ സഹിതം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. എന്നാൽ പല കാരണങ്ങളാൽ എല്ലാ ഫോണും കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും കണ്ടെത്തിയില്ല എങ്കിൽ നഷ്ടപ്പെട്ട ഫോൺ ഇനി മറ്റൊരാളും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആ ഫോണിൻ്റെ IMEI നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നഷ്ടപ്പെട്ട ഫോണിൻ്റെ IMEI നമ്പർ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ കിട്ടിയ റെസീപ്റ്റ്, നഷ്ടപ്പെട്ട ഫോൺ മോഡൽ എന്നിവ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഏതെങ്കിലും വെബ് ബ്രൗസർ, അതായത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് പോലുള്ള ബ്രൗസർ എടുത്ത് അതിൽ CEIRൻ്റെ വെബ് പോർട്ടൽ എടുക്കുക. ഇതിനായി ബ്രൗസറിൽ www.ceir.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതാണ് CEIR വെബ്സൈറ്റ്. ഇത് നമ്മുടെ സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ആണ്. CEIR വെബ് പോർട്ടൽ എടുത്താൽ ഇങ്ങനെയുള്ള വിൻഡോ ആണ് കാണുക. ഇത് ഈ പോർട്ടലിൻ്റെ ഹോം പേജ് ആണ്. ഇവിടെ CEIR സർവീസസ് എന്ന് കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലോക്ക്, സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ, അൺബ്ലോക്ക്, ഫൗണ്ട് മൊബൈൽ, ചെക്ക് റിക്വസ്റ്റ് സ്റ്റാറ്റസ് എന്നിങ്ങനെ 3 ഓപ്ഷൻ കാണാം. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഈ ഫോമിൽ നഷ്ടപ്പെട്ട ഫോണിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ കൊടുക്കുക. നഷ്ടപ്പെട്ട ഫോണിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ട ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം എടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ മൊബൈൽ നമ്പറായി നമ്മുടെ തന്നെ മറ്റൊരു നമ്പർ കൊടുക്കുക. നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൽ 2 സിം ഉപയോഗിച്ചിരുന്നതാണെങ്കിൽ 2 IMEI നമ്പർ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ 2 IMEI നമ്പറും ഇവിടെ കൊടുക്കുക. ഇവിടെ ഡിവൈസ് ബ്രാൻഡ് എന്നെടുത്ത് നമ്മുടെ ഫോൺ ഏതു കമ്പനിയുടേതാണെന്ന് നൽകുക. ഡിവൈസ് മോഡൽ എന്നെടുത്ത് നമ്മുടെ ഫോൺ മോഡൽ നൽകുക. നഷ്ടപ്പെട്ട ഫോണിൻ്റെ മോഡൽ അറിയില്ല എങ്കിൽ CEIR എന്ന വെബ്സൈറ്റിൽ തന്നെ ഹോം പേജിൽ ആപ്ലിക്കേഷൻ ടാബിൽ IMEI വെരിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പർ കൊടുത്താൽ OTP ലഭിക്കും. അത് വെരിഫൈ ചെയ്തതിനു ശേഷം നമ്മുടെ IMEI കൊടുത്താൽ ഫോൺ മോഡൽ കണ്ടെത്താൻ പറ്റും. ഇതേപോലെ IMEI.info എന്ന സൈറ്റിൽ IMEI ചെക്ക് ചെയ്തും ഫോൺ മോഡൽ കണ്ടെത്താൻ പറ്റും. അപ്ലോഡ് മൊബൈൽ പർച്ചേസ് ഇൻവോയ്സ് എന്ന കോളത്തിൽ മൊബൈൽ വാങ്ങിയപ്പോൾ കിട്ടിയ ബിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് പക്ഷേ നിർബന്ധമില്ല. ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം ടൈപ്പ് ചെയ്തതിനു ശേഷം അടുത്ത കോളത്തിൽ നഷ്ടപ്പെട്ട തീയതിയും സെലക്ട് ചെയ്യാം. അതിനുശേഷം സംസ്ഥാനം, ജില്ല എന്നിവ സെലക്ട് ചെയ്താൽ അടുത്ത കോളത്തിൽ നമ്മുടെ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കാം. ഇതിനുശേഷമുള്ള കോളത്തിൽ പോലീസ് കംപ്ലൈൻറ്റ് നമ്പർ കൊടുക്കുക. പരാതി കൊടുത്തപ്പോൾ കിട്ടിയ റെസീപ്റ്റിൽ ഈ നമ്പർ ഉണ്ടാകും. ഈ റെസീപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് നിർബന്ധമായും കൊടുത്തിരിക്കണം. ഒന്നിൽ കൂടുതൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ ആ റെസീപ്റ്റ് കൂടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം പരാതിക്കാരൻ്റെ പേരും അഡ്രസ്സും കൂടാതെ ഏതെങ്കിലും ഒരു ഫോട്ടോ ID കാർഡ് സെലക്ട് ചെയ്യുക. അതേ ID കാർഡ് അപ്ലോഡ് ചെയ്ത് നൽകുക. അടുത്ത കോളത്തിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ID കാർഡിൻ്റെ നമ്പർ നൽകുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID നൽകുക. പിന്നീട് വരുന്ന ഈ ക്യാപ്ച ശ്രദ്ധാപൂർവം നൽകിയ ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വീണ്ടും നൽകുക. ഫോണിൽ കിട്ടിയ OTP കൂടെ നൽകി ഇവിടെ കാണുന്ന പ്രസ്താവന ടിക്ക് മാർക്ക് നൽകി അംഗീകരിച്ച ശേഷം ഫോം സബ്മിറ്റ് ചെയ്യുക. തെറ്റുകളില്ലാതെ ഫോം സബ്മിറ്റ് ആയാൽ നിങ്ങൾക്ക് ഒരു ID ജനറേറ്റ് ആയി വരും. തുടർന്നുള്ള അന്വേഷണങ്ങൾക്ക് ഈ ID നിർബന്ധമാണ്. നിലവിൽ IMEI ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് സങ്കീർണമായ പ്രക്രിയയാണ്. ഇങ്ങനെ എളുപ്പത്തിൽ IMEI ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ മഹാരാഷ്ട്ര, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ മാത്രമാണ്. ഉടനെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തും. പലതരം ഓൺലൈൻ തട്ടിപ്പുകൾ, മറ്റു സൈബർ കുറ്റകൃത്യങ്ങൾ, ബാങ്കിംഗ് തട്ടിപ്പുകൾ, ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോയാൽ എങ്ങനെ ഫലപ്രദമായി പരാതി നൽകാം എന്നിവയെപ്പറ്റിയെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമായി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.